മറ്റൊരു വാർത്ത. കൊച്ചി എടയാറിൽ വ്യവസായ സ്ഥാപനത്തിൽ തീപിടുത്തത്തിൽ ഒരു മരണം. ബീഹാർ സ്വദേശി ശത്രുമുഖ്യയാണ് മരിച്ചത്. പാതാളം PG ലൂബ്രിക്കൻസിലാണ് തീപിടുത്തമുണ്ടായത്. പൊട്ടിത്തെറിക്ക് പിന്നാലെയാണ് തീപിടിച്ചത്. 39 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. 6 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. നവമി ദിനേശ് ചേരുന്നു. നവമി, ഭയപ്പെടുത്തുന്ന തീപിടുത്തമാണ് ഉണ്ടായത്. ആ ദൃശ്യങ്ങൾ തന്നെ എത്ര വലിയ തീപിടുത്തമാണ് അവിടെ ഉണ്ടായതെന്ന് ശരിവെക്കുന്നതാണ്. ഒരു തൊഴിലാളി മരണപ്പെട്ടത് എങ്ങനെയാണ്? ഒപ്പം അവിടെ നടന്ന രക്ഷാപ്രവർത്തനം, മറ്റ് വിശദാംശങ്ങൾ. സജിത്താലും ഫയർഫോഴ്സിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. കാരണം നിരവധി തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു വ്യവസായ മേഖലയാണ്. അവിടെയും ഇത്രയും വലിയ തീ പിടിക്കുമ്പോൾ സ്വാഭാവികമായും ആളുകളൊക്കെ ജോലി ചെയ്യുന്നതും അവരിലേക്ക് തീ പടരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. പക്ഷെ കൃത്യമായിട്ടുള്ള രക്ഷാപ്രവർത്തനം അവിടെ നടന്നതുകൊണ്ട് മാത്രമാണ് വലിയ ഒരു ദുരന്തം ഒഴിവായതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. രാവിലെ 9:30 കൂടിയായിരുന്നു ലൂബ്രിക്കൻസ് എന്ന ഓയിൽ കമ്പനിയിൽ ഈ തീപിടുത്തം ഉണ്ടായത്. കമ്പനിയിലെ തൊഴിലാളിയായ ബീഹാർ സ്വദേശി ശത്രുമുഖിയാണ് മരിച്ചിരിക്കുന്നത്. അയാളുടെ ഭാര്യയും അവിടെ തന്നെയാണ് ജോലി ചെയ്തിരുന്നത്. 6 പേർക്ക് പൊള്ളലേൽക്കുന്ന സാഹചര്യമായിരുന്നു. 6 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് അവിടെ തീ അണച്ചത്. ബോയിലറിൽ നിന്നും തീ പിടിച്ചതാണ് ഈ തീപിടുത്തത്തിന് കാരണമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആ സമയത്ത് ഈ തൊഴിലാളികളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. കൂടുതൽ തൊഴിലാളികൾ ഈ തീ പിടിച്ച ബോയിലറിന് സമീപത്ത് ഉണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്ന ആൾ, അതായത് ഇപ്പോൾ മരിച്ച വ്യക്തി മാത്രമാണ് ആ ബോയിലറിന് സമീപത്ത് നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അയാൾ അവിടെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഭാര്യ പുറത്തു വന്ന് നിലവിളിച്ചപ്പോഴാണ് നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ അവിടെ ആള് ഉൾപ്പെട്ടിട്ടുണ്ട്, അകത്തൊരാൾ പെട്ടുകിടക്കുകയാണ് എന്ന് മനസ്സിലായത്. ഉടനെ തന്നെ പോലീസ്, ഫയർഫോഴ്സ് തീ അണച്ചു ഉള്ളിലേക്ക് കടന്നുവെങ്കിൽ പോലും കത്തിക്കരിഞ്ഞ നിലയിലുള്ള മൃതശരീരം മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. പിന്നീട് സമീപത്തുണ്ടായിരുന്നവരെല്ലാം ഓടി രക്ഷപ്പെട്ടു. ചിലർക്ക് പൊള്ളലേറ്റു, 6 പേർക്ക് പൊള്ളലേറ്റു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അവരുടെയൊന്നും നില ഗുരുതരമല്ല. ഒരാൾ മരിച്ചു. അത് പെട്ടെന്ന് ഫയർഫോഴ്സിന് അതിന്റെ ഉള്ളിൽ ആളുണ്ടെന്ന് അറിയാൻ കഴിയാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു അപകടം ഉണ്ടായത്. ഈ മരിച്ച ബീഹാർ സ്വദേശിയുടെ ഭാര്യയാണ് പുറത്തു വന്ന് തന്റെ ഭർത്താവ് അകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയും പെട്ടെന്ന് തന്നെ തീ അണയ്ക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പെട്ടെന്നുണ്ടായ ഒരു തീപിടുത്തമാണ്. മറ്റു ആളുകൾക്കൊന്നും ചെറിയ പൊള്ളൽ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് പരിക്കുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് വലിയ ആശ്വാസകരമാണ്. പക്ഷെ ഒരാളുടെ ജീവനാണ് അവിടെ നഷ്ടമായിരിക്കുന്നത്. ഈ ബോയിലറിന് തീ പിടിച്ചതാണ് ഇത് കാരണമെന്ന് അറിയുന്നു. പെട്ടെന്ന് തന്നെ നാട്ടുകാരൊക്കെ വലിയ പുക ഉയർന്നത് കണ്ട് നാട്ടുകാർ വേഗം തന്നെ സമീപത്തുള്ള ഫയർഫോഴ്സിനെ വിളിച്ചറിയിച്ചു. 6 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി അവിടെ തീ അടച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 9:30 ഈ സംഭവം ഉണ്ടാകുന്നു. 10:30 തന്നെ തീ നിയന്ത്രണ വിധേയമാക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്നവരെ പെട്ടെന്നൊക്കെ പൊള്ളലേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷെ ഒരാളുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ മാത്രമാണ് ഫയർഫോഴ്സിന് കണ്ടെത്താൻ കഴിഞ്ഞതും. സജിത്ത്, കൊച്ചിയിൽ വൻ തീപിടുത്തം, ഒരാളുടെ ജീവനെടുത്തു. അതാണ് അവിടെ സംഭവിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.